എല്ലാവർക്കും നമസ്കാരം. ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NCERT +1 ബയോളജി മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന യൂണിറ്റിൻ്റെ ചില ബേസിക് കോൺസെപ്റ്റ്സാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ പല കോൺസെപ്റ്റ്സുകളും താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം പാർട്സ് ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ്. ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്, ഇത് എക്സാമ്പിളായിട്ട് ക്ലിയോം സ്പീഷീസാണ്. പരിശോധിക്കുകയാണെങ്കിൽ മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഭാഗം റൂട്ട് സിസ്റ്റം, മണ്ണിന് മുകളിൽ ഷൂട്ട് സിസ്റ്റം. ഷൂട്ട് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും സ്റ്റെം ഉണ്ട്, ലീഫുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അതിനകത്ത് സീഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ റൂട്ട് സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ടൊരു റൂട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ബ്രാഞ്ചസ്, പിന്നെ വീണ്ടും ചെറിയ ബ്രാഞ്ചസ് കാണുന്നു. അപ്പോൾ ഈ മെയിൻ റൂട്ടിനെയാണ് പ്രൈമറി റൂട്ട്. പ്രൈമറി റൂട്ടിൽ നിന്ന് സെക്കൻഡറി റൂട്ട്, സെക്കൻഡറി റൂട്ടിൽ നിന്നും ടെർഷറി റൂട്ട്സ് റൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റൂട്ട് സിസ്റ്റത്തിനാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ തായ്വേര് പടലം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈമറി റൂട്ട് അല്ലെങ്കിൽ ടാപ്പ് റൂട്ടാണിത്. അപ്പോൾ റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് റാഡിക്കലിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഷൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് പ്ലിമ്യൂളിൽ നിന്നാണ്. ഇനി എല്ലാ സസ്യങ്ങളിലും ഇതേപോലുള്ള വേരല്ല കാണുന്നത്. ഉദാഹരണമായിട്ട് നമ്മളൊരു ഗ്രാസ് അല്ലെങ്കിൽ പുൽച്ചെടി പരിശോധിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രൈമറി റൂട്ടെന്ന് പറയുന്നത് ഷോർട്ട് ലീവ്ഡ് ആണ്. പിന്നെ ഈ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നും ധാരാളം നാരുകൾ പോലെയുള്ള വേരുകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നാരുവേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകബീജപത്ര സസ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇതും 4ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത അറിയാം. മോണോക്കോട്ടാകുമ്പോൾ അവിടെ പാരലൽ വീനേഷനാണ്, ഡൈക്കോട്ടാകുമ്പോൾ റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. ഇനി ചില സസ്യങ്ങളിൽ വേരുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റെമ്മിൽ നിന്നോ അല്ലെങ്കിൽ ലീഫിൽ നിന്നോ ഒക്കെ ആകാം. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന റൂട്ട് സിസ്റ്റമാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം, അപസ്ഥാനിക വേരുപടലം. അപ്പോൾ റൂട്ട്സ് developing from any part of the plant body other than the radicle are called adventitious roots. Such a type of root system is known as adventitious root system. ഇപ്പോൾ ഉദാഹരണത്തിന് മരച്ചീനി, കരിമ്പ്, ടപ്പിയോക്ക, ഷുഗർ കെയിൻ തുടങ്ങിയവയൊക്കെയാണ്. ഇനി അടുത്തത് വേരിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. അപ്പോൾ വേരിൻ്റെ അഗ്രഭാഗം ഒരു റൂട്ട് ക്യാപ്പ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ മണ്ണിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തുളച്ച് പോകുമ്പോൾ ക്ഷതം സംഭവിക്കാതിരിക്കാനാണ് ഈ റൂട്ട് ക്യാപ്പ് ഉള്ളത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ റൂട്ട് ക്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്ത റീജിയൻ എന്ന് പറഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് റീജിയനാണ്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് റീജിയനിൽ മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ട്. അപ്പോൾ ഡിവൈഡിങ് പ്രോപ്പർട്ടിയുള്ള സെൽസാണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിൻവോൾഡ് സെൽസാണ്, അതുപോലെ ഡെൻസ് പ്രോട്ടോപ്ലാസും ഉണ്ട്. അപ്പോൾ ഈ സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ റൂട്ടിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ആ റീജിയൻ ഇലോങ്ങേഷൻ റീജിയൻ അല്ലെങ്കിൽ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. അപ്പോൾ അതിന് കഴിഞ്ഞിട്ടുള്ള റീജിയനാണ് മെച്ചുറേഷൻ റീജിയൻ അല്ലെങ്കിൽ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അപ്പോൾ അവിടെ നിന്നാണ് റൂട്ട് ഹെയർസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എപ്പിഡർമൽ സെൽസ് നിന്നാണ് ഈ റൂട്ട് ഹെയർസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷനാണ്. അപ്പോൾ മെയിൻലി അബ്സോർപ്ഷൻ നടക്കുന്നത് റൂട്ട് ഹെയർസിൽ കൂടാണ്. ഇനി അടുത്തത് നമുക്ക് വേരിൻ്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് റൂട്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം ഫിക്സേഷൻ ഓഫ് ദ പ്ലാന്റ്, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ഇതാണ് പ്രധാന ഫങ്ഷൻസ്. അപ്പോൾ ഇത് കൂടാതെ മറ്റു ചില ധർമ്മങ്ങൾക്കായിട്ട് വേര് രൂപാന്തരപ്പെട്ടിരിക്കുന്നു, മോഡിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. വേരുകളിൽ ആഹാര സംഭരണം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ടാപ്പ് റൂട്ടിൽ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്ന വേരുകൾക്ക് ഉദാഹരണമാണ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റിൻ്റെ ഷേപ്പ് നോക്കുക, അത് കോണിക്കൽ ഷേപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ ബീട്രൂട്ട് അതിൻ്റെ മുകൾ ഭാഗം തീർത്ത് വന്നിട്ട് താഴേക്ക് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇത് നാപ്പിഫോം എന്ന് പറയും. ഇത് കൂടാതെ റാഡിഷ് ഉണ്ട്. അപ്പോൾ റാഡിഷ് ഫ്യൂസിഫോം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സിൽ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിൽ നിന്നാണ് ഇവിടെ റൂട്ട് ഉണ്ടാകുന്നത്. ഉദാഹരണമാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ്. അപ്പോൾ ഇത് അങ്ങനെ പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നുമില്ല, പക്ഷേ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് വളരെ സിംഗിളായിട്ടൊക്കെയാണിത് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റത്തിന് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഒരു ഉദാഹരണമാണ്. ഇനി മറ്റൊരു ഉദാഹരണമാണ് ടപ്പിയോക്ക അല്ലെങ്കിൽ മരച്ചീനി. അപ്പോൾ അവിടെയും കാണ്ഡത്തിൽ നിന്ന് വരുന്ന വേരുകളിലാണ് ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്നത്. അടുത്തത് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട്. അപ്പോൾ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് പ്രധാനമായിട്ടുള്ളത് പ്രോപ്പ് റൂട്ട്സ്, അതുപോലെ സ്റ്റിൽറ്റ് റൂട്ട്സ്, ക്ലൈംബിംഗ് റൂട്ട്സ്, ക്ലിങ്ങിങ് റൂട്ട്സ് തുടങ്ങിയവയാണ്. അപ്പോൾ പ്രോപ്പ് റൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാനിയൻ ട്രീ അല്ലെങ്കിൽ ഫൈക്കസ് ബംഗാളൻസിസ്. അപ്പോൾ അവിടെ അതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസിൽ നിന്നും വരുന്ന വേരുകൾ മണ്ണിലെത്തുകയും ആ സസ്യത്തിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രോപ്പ് റൂട്ട്സ്. ഇനി അടുത്തത് സ്റ്റിൽറ്റ് റൂട്ടാണ്. അപ്പോൾ സ്റ്റിൽറ്റ് റൂട്ട് കാണുന്നത് പെൻഡാനസ് കൈത, അതുപോലെ തന്നെ
കരിമ്പ്, ഷുഗർ കെയിൻ തുടങ്ങിയ സസ്യങ്ങളിലാണ്. അപ്പോൾ ഇവിടെ ആ മെയിൻ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നും വേരുകൾ താഴേക്ക് വന്ന് മണ്ണിലെത്തി ആ സസ്യത്തിന് സപ്പോർട്ട് കൊടുക്കുന്നു. ഇനി അടുത്തത് ക്ലിങ്ങിങ് റൂട്ട്സ് ആണ്. ക്ലിങ്ങിങ് റൂട്ട്സ് എന്ന് പറയുമ്പം ഉദാഹരണമായിട്ട് വാൻഡ, അതുപോലെ ഓർക്കിഡ്സിലൊക്കെ ആ സപ്പോർട്ടിൽ അത് പറ്റിപ്പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന വേരുകളാണ് ക്ലിങ്ങിങ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലൈംബിംഗ് റൂട്ട്സ് കാണുന്നത് പൈപ്പർ, പോത്തോസ് തുടങ്ങിയ സസ്യങ്ങളിലാണ്. അപ്പോൾ അവിടെ ആ സസ്യത്തിന് മുകളിലേക്ക് കയറുന്നതിന് സഹായിക്കുന്ന വേരുകളാണ്. അപ്പോൾ ആ നോട്ട്സിൽ നിന്നും വരുന്ന വേരുകളാണ് ഇവിടെ ആ സസ്യത്തെ മുകളിലേക്ക് കയറാൻ സഹായിക്കുന്നത്. അപ്പോൾ അതാണ് ക്ലൈംബിംഗ് റൂട്ട്സ് എന്ന് പറയുന്നത്. അടുത്തത് ബ്രീത്തിങ് റൂട്ട്സ് ആണ്. അപ്പോൾ ബ്രീത്തിങ് റൂട്ട്സ് നമുക്കറിയാം മാൻഗ്രൂവ്സിലാണ് കാണുന്നത്, കണ്ടൽ ചെടികളിൽ. റൈസോഫോറ, അവിസീനിയ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവയുടെ ചുവട്ടിൽ നിന്നും ചില വേരുകൾ മുകളിലേക്ക് വളർന്നു നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ വേരുകളാണ് നെമാറ്റോഫോസ് അല്ലെങ്കിൽ ബ്രീത്തിങ് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ധാരാളം സുഷിരങ്ങളുണ്ട്, നെമാറ്റോതോഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സുഷിരങ്ങൾ ഉള്ളതുകൊണ്ട് ഇവയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്ന് അവിടെ ഓക്സിജനെ സ്വീകരിക്കാൻ കഴിയുന്നു. ഇനി അടുത്തത് ന്യൂട്രീഷന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് വേരുകൾ മോഡിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം വാൻഡ അല്ലെങ്കിൽ മരവാഴ എന്ന് പറയുന്നത് ഒരു എപ്പിഫൈറ്റാണ്. മരത്തിന് മുകളിൽ മാവിലും മറ്റ് സസ്യങ്ങളിലുമൊക്കെ പറ്റി പിടിച്ച് വളരുന്നതാണ്. പക്ഷേ അത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരമൊന്നും സ്വീകരിക്കുന്നില്ല. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഈർപ്പം അന്തരീക്ഷത്തിൽ നിന്നത് സ്വീകരിക്കുന്നു. അപ്പോൾ അതിന് സഹായിക്കുന്ന വേരുകളാണ് വെലാമൻ വേരുകൾ അല്ലെങ്കിൽ വെലാമൻ റൂട്ട്സ് എന്ന് പറയും. അപ്പോൾ ഇതിനെ പറ്റിപ്പിടിക്കുന്നതിന് ക്ലിങ്ങിങ് റൂട്ട്സ് ഉണ്ട്, കൂടാതെ താഴേക്ക് ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന വേരാണ് വെലാമൻ റൂട്ട്. അപ്പോൾ ഈ വെലാമൻ റൂട്ടിലുള്ള വെലാമൻ ടിഷ്യൂസ് ഒരു സ്പോഞ്ച് പോലെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തെ ആഗിരണം ചെയ്യുകയും ഈ സസ്യത്തിന് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് അകത്തായിട്ട് ചില ഫോട്ടോസിന്തറ്റിക് ടിഷ്യൂ ഉള്ളതുകൊണ്ട് അത് അതിൻ്റെ ഒരു ഗ്രീൻ കളർ കാണുകയും ചെയ്യാം. അപ്പോൾ അതിന് ഫോട്ടോസിന്തസിസ് നടത്താനും സാധിക്കുന്നു. ഇനി മറ്റൊരു തരം വേരാണ് ഹോസ്റ്റോറിയ അല്ലെങ്കിൽ പാരസിറ്റിക് റൂട്ട്. അപ്പോൾ ഇത് കാണുന്നത് ലൊറാന്തസിലാണ്. അപ്പോൾ ഈ ലൊറാന്തസിൽ ഈ പാരസിറ്റിക് റൂട്ട്സ് ഇതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സൈലത്തിനുള്ളിലേക്ക് കടക്കുകയും സൈലത്തിൽ നിന്ന് വാട്ടർ മിനറൽസും വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു. പക്ഷേ കസ്ക്യൂട്ട അല്ലെങ്കിൽ മൂടില്ലാത്താളിയിലാണെങ്കിൽ അത് ഫ്ലോയത്തിൽ നിന്ന് പാകം ചെയ്ത ആഹാരമാണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നു. ഒരു പൂർണ്ണ പരാതമാണ് മൂടില്ലാത്താളി, പക്ഷേ ഒരു അർദ്ധപരാതം അല്ലെങ്കിൽ ഒരു പാർഷ്യൽ പാരസൈറ്റാണ് ഇത്തിളെന്ന് പറയുന്നത്. ഇനി മറ്റു തരം റൂട്ടുകളുണ്ട്. ഉദാഹരണമായിട്ട് ട്രാപ്പ എന്ന് പറയുന്ന പ്ലാന്റിൽ ആ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പോൾ ഗ്രീൻ കളർ ഉള്ളതുകൊണ്ട് അതിന് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ, വേരുകൾക്ക് ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ടിനോസ്പോറ അല്ലെങ്കിൽ അമൃതവള്ളിയിൽ താഴോട്ട് വരുന്ന വളരെ തിന്നായിട്ടുള്ള സ്ലെൻഡറായിട്ടുള്ള റൂട്ട്സ് ഉണ്ട്. അത് ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പോൾ അത് സ്വന്തമായിട്ട് ആ റൂട്ട്സിന് ഇവിടെ ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള റൂട്ട് മോഡിഫിക്കേഷൻസ്. ഇനിയും ധാരാളം റൂട്ട് മോഡിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് നമ്മൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജിന് വേണ്ടി അങ്ങനെയാണ് റൂട്ട് മോഡിഫിക്കേഷൻ. അതിൽ ടാപ്പ് റൂട്ടിൽ സ്റ്റോർ ചെയ്യുന്നത്, അഡ്വൻറ്റീഷ്യസ് റൂട്ടിൽ സ്റ്റോർ ചെയ്യുന്നത്, വീണ്ടും അത് മെക്കാനിക്കൽ സപ്പോർട്ടിനുള്ള റൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ന്യൂട്രീഷന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് റൂട്ട്സ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്, ബ്രീത്തിങ്ങിന് വേണ്ടി എങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാന അതിൻ്റെ നോർമൽ ഫംഗ്ഷന് പുറമെ മറ്റ് അഡീഷണൽ ഫങ്ഷൻസിന് വേണ്ടി മോഡിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർക്കുക.